അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിൽ ഒരു തേള് കടിച്ചു. ആ തേളിനെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊട്ടി താഴെ വീണു. താഴെ വീണപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാർ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അത് ചത്തുപോയിട്ടുണ്ട്. അതെന്തേ? അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ ബ്ലഡല്ലേ കുടിച്ചത്, അതാണ് അതിൻ്റെ കാരണം. കണ്ടോ? ആലിമീങ്ങളെ നമ്മൾ തൊട്ടാൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കും. ബിദ്അത്തുകാരാണ് ആ വിഷയത്തിൽ ഗൗരവം കുറച്ചു കൊണ്ടുവന്നത്. ആലിമീങ്ങൾ എന്തും പറയാം എന്ന് പറയുന്ന സാധനം മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്നത് ബിദ്അത്തുകാരാണ്. അതിനെ ചുവട് പിടിച്ച് നമ്മൾ ഒരു നിലക്കും ഒരാലിമിനെയും ഒരു ഉസ്താദിനെയും ഒരു സയ്യിദിനെയും നമ്മൾ തൊടാൻ പോകരുത്. അത് നമ്മളെ ആഖിബത്തിനെയാണ് ബാധിക്കുക. നമ്മുടെ ആഖിബത്തിൻ്റെ കാര്യം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ ജനിച്ച കാലം എടുത്ത് പരിശോധിച്ചാൽ ഒരു 2 വയസ്സ് 2.5 വയസ്സ് മുതൽ നമ്മൾ മെല്ലെ 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 സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ടോട്ടലി സംസാരിച്ച വാക്കുകളൊന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ഉണ്ടാവും. നമ്മുടെ ഈ സംസാരമൊക്കെ സ്റ്റോപ്പാവുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ, മരിക്കണ ഘട്ടത്തിൽ നമുക്ക് അല്ലാഹ് എന്ന് ഉരുട്ടിട്ട് പോകണം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഈമാനോടെ മരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കണം. വേറെ ആരാ നോക്കുക? ആഖിബത്ത് മോശമാവുന്ന, ഈമാൻ നഷ്ടപ്പെടുന്ന എന്തെങ്കിലും തെറ്റുകുറ്റം നമ്മൾ രഹസ്യത്തിലോ പരസ്യത്തിലോ ചെയ്തു വെച്ചാൽ പിന്നെ ആരാ അതിന് നമുക്ക് രക്ഷപ്പെടുത്താനുണ്ടാവുക? നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കണം. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുക.